ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻസ് റൈറ്റ് ടു അലിമണി, ഹാനിബൽ ഡയറക്റ്റീവ്, അപ്പർ സിയാങ് പ്രൊജക്ട്, DGCA. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPCBയെ കുറിച്ചാണ്. ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഈ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗ്രീൻ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വഴിമാറ്റി ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് 1974 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിലൊന്നെന്ന് പറയുന്നത് ഈ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇൻഡസ്ട്രീസിനെയും ബാക്കി പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെഗുലേഷൻസ് ഇറക്കുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് 1981 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഉണ്ട്. ആ നിയമം നടപ്പിലാക്കാനുള്ള അധികാരമുള്ളതും അല്ലെങ്കിൽ ആ നിയമത്തിനകത്തുള്ള ചില പ്രൊവിഷൻസ് നടപ്പിലാക്കാനുള്ള അധികാരമുള്ളതും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന മന്ത്രാലയമുണ്ട്. അപ്പൊ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നിയമങ്ങളുമായിട്ടും അതുപോലെ തന്നെ അത് കൂടാതെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫീൽഡ് ഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെയാണ്. ഇനി ഇവരുടെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെ ഡിഫറെന്റ് ഏരിയാസിലുള്ള സ്ട്രീംസ് അതുപോലെ തന്നെ വെൽസ് ഇതിൻ്റെയൊക്കെ ക്ലെൻലിനെസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എയർ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലുള്ള എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എയർ പൊല്യൂഷനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഇന്ത്യയിൽ ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലകളിൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതും പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റിയാണ്. രണ്ടാമത്തത് വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് എന്നുള്ളതാണ്. മൂന്നാമത് ഇന്ത്യയിലെ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഉണ്ടാകും, അതായത് അവരുടെ എമിഷനും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസും ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഇൻസിനറേഷന് വേണ്ടിയിട്ട്, ഓക്കെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് കത്തിച്ച് കളയുള്ളൂ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോമൺ ഹസാർഡസ് വേസ്റ്റുകൾ ഉണ്ടാകും, നമ്മൾ കത്തിച്ച് കളയുന്ന കോമൺ ഹസാർഡസ് വേസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കോമൺ ഹസാർഡസ് വേസ്റ്റുകൾ ഇങ്ങനെ ബേൺ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഇറക്കുക. അതുപോലെ തന്നെ വെഹിക്കിൾസിന്റെ, വാഹനങ്ങളുടെ എമിഷൻ നോംസ്, ഓട്ടോ ഫ്യൂൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഡീസൽ എൻജിൻസിന്റെ എമിഷൻ സ്റ്റാൻഡേർഡ്സ്, നോയ്സ് ലിമിറ്റ്, അതുപോലെ തന്നെ LPG CNG ജനറേറ്റർ സെറ്റുകളുടെ എമിഷന് നോയ്സ് ലിമിറ്റ്, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ കോംപ്രഹെൻസീവ് ഇൻഡസ്ട്രി ഡോക്യുമെന്റ് സീരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോയിൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള. അപ്പോൾ അതിന്റെ കീഴിൽ നമ്മുടെ ഇന്ത്യയിൽ മിനിമൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇന്ത്യയിലെ വേരിയസ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് അവരുടെ വാട്ടർ പൊല്യൂട്ടൻസിന്റെയും അതുപോലെ തന്നെ എയർ പൊല്യൂട്ടൻസിന്റെയും നോയ്സ് ലെവലിന്റെയും സോളിഡ് വേസ്റ്റിന്റെ ഒക്കെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളുമാണ്. അത് സെറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇതിന്റെ കീഴിൽ ഈ പറയുന്ന കോംപ്രഹെൻസീവ് ഇൻഡസ്ട്രി ഡോക്യുമെന്റ് സീരീസിന്റെ കീഴിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെറ്റ് ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾ ബാധ്യസ്ഥരാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻസ് റൈറ്റ് ടു അലിമണിയെ കുറിച്ചാണ്. അതായത് ഡിവോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിനുള്ള
അവകാശമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഭയങ്കര പൊളിറ്റിക്കലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 അവരൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്ഷൻ CRPCയുടെ സെക്ഷൻ 125 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. ഇതിന് സിമിലർ ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ഹിന്ദുവിലും കാണാൻ പറ്റും ഈ സെയിം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പേഴ്സണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ മുസ്ലിം സ്ത്രീകളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കിട്ടാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഡിവോഴ്സിന് ശേഷം ജീവനാംശം കിട്ടാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ ബേസിക്കലി പറയുന്നത് ഈ മുസ്ലിംസിന്റെ പേഴ്സണൽ ലോ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 അപ്പൊ ഈ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഈ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീ ഡിവോഴ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇദ്ദത്ത് പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതായത് ഈ ഡിവോഴ്സ് കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം അവർ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് ഈ ഭർത്താവായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഇവരെ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള പുരുഷൻ ഇവർക്ക് ജീവനാംശം കൊടുക്കേണ്ടത്. ഓക്കെ. പക്ഷെ അതേസമയം ഇന്ത്യയിലുള്ള മറ്റൊരു നിയമമായിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 125 മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ആ ബന്ധത്തിലുള്ള കുട്ടികൾക്ക് ഇവർക്കെല്ലാം തന്നെ ജീവനാംശം കൊടുക്കാൻ, അതായത് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ ഉള്ള വരുമാന മാർഗങ്ങളില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഭർത്താവിന് വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് ജീവനാംശം കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ജനറലി ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ CRPCയുടെ സെക്ഷൻ 125 അനുസരിച്ച് ജീവനാംശം കിട്ടാനുള്ള, അതായത് അവർ മരിക്കുന്നത് വരെ ജീവനാംശം കിട്ടാനുള്ള അവകാശമുണ്ട്. അവർ മരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ പുനർവിവാഹം കഴിക്കുന്നത് വരെയോ അവർക്ക് ജീവനാംശം കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ഈ മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു കേസ് വരുന്നത് 1985 സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ള ഷാബാനു കേസാണ്. സോ ഈ ഷാബാനു കേസിനകത്ത് സുപ്രീം കോടതി മുസ്ലിം സ്ത്രീകൾക്കും ഈ CRPC സെക്ഷൻ 125 അനുസരിച്ച് അവർ റീമാരേജ് ചെയ്യപ്പെടുന്നത് വരെയോ അല്ലെങ്കിൽ അവർ മരിക്കുന്നത് വരെയോ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ജീവനാംശം കിട്ടാനുള്ള അവകാശമുണ്ട്. ഇദ്ദത്ത് പീരീഡ് തീരുന്നത് വരെ മാത്രമല്ല, മറ്റുള്ള കമ്മ്യൂണിറ്റി പെടുന്ന സ്ത്രീകൾ പോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്കും ഇതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലുള്ള ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ ഈ ഒരു വിധിയെ ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് മുസ്ലിങ്ങളുടെ മത നിയമങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് എടുത്തിട്ടുള്ള വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഒരു സുപ്രീം കോടതി വിധിയെ, ഷാബാനു കേസിന്റെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ നിയമത്തിനകത്ത് ഒരു സെക്ഷൻ 3 ഉണ്ട്. ഈ സെക്ഷൻ 3 ഈ ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന മുസ്ലിം സ്ത്രീകൾക്കുള്ള ജീവനാംശത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ മുസ്ലിം സ്ത്രീകളുടെ ഇദ്ദത്ത് പീരീഡ്, അതായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 മാസത്തിനകത്ത് അവർക്ക് കൊടുക്കേണ്ട ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഈ നേരത്തെ ഭർത്താവായിരുന്ന ആള്, അതായത് ഈ ഡിവോഴ്സ് ചെയ്ത ഭർത്താവ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് അവർക്ക് ജീവനാംശം കൊടുക്കണം എന്ന് മാത്രമല്ല, അവർക്കൊരു ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം, അതായത് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ഇവരുടെ ഈ ഒരു 3 മാസത്തെ ഇദ്ദത്ത് പീരീഡിന് ശേഷം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇവർ റീമാരേജ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഭർത്താവായിട്ടുള്ള ആൾക്ക് ഇത്തരത്തിൽ ഈ ജീവനാംശം കൊടുക്കാനുള്ള ബാധ്യതയില്ല. പകരം ഈ സ്ത്രീയുടെ ബന്ധുക്കളായിട്ടുള്ള, അതായത് ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിക്ക് ആർക്കാണ് അവകാശമുള്ളത്, അത്തരത്തിലുള്ള ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ, ഇവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ നിയറസ്റ്റ് ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരെ, ആ ബന്ധുക്കൾക്കാണ് ഇവർക്ക് ജീവനാംശം കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഇനി അങ്ങനെയുള്ള ആളുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ജീവനാംശം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് വഖഫ് ബോർഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഡിവോഴ്സ് ചെയ്യുന്ന പുരുഷനിൽ നിന്ന് ജീവനാംശം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത ഇവരുടെ ബന്ധുക്കളിലേക്കും വഖഫ് ബോർഡിലേക്കും മാറ്റിയാണ് ശരിക്കും ഈ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 പറയുന്നത്. അപ്പൊ ഈ ഒരു നിയമം എഫക്റ്റീവ്ലി ചെയ്യുന്നത് ഈ ഷാബാനു കേസിന്റെ വിധിയെ മറികടക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഷാബാനു കേസ് അന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്ന ഷാബാനുവിന്റെ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരു ഡാനിയൽ ലത്തീഫി എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. സോ ഈ ഡാനിയൽ ലത്തീഫി ഈ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 14 പോലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിധി 2001 സുപ്രീം കോടതി പറയുന്നത്. അതാണ് ഡാനിയൽ ലത്തീഫി കേസ് 2001 എന്നറിയപ്പെടുന്നത്. സോ ഈ ഡാനിയൽ ലത്തീഫി കേസ് 2001 സുപ്രീം കോടതി ഈ പറയുന്ന 1986 നിയമത്തിന്റെ സെക്ഷൻ 3 കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധ പീരീഡ് കഴിഞ്ഞിട്ടും അവർക്ക് റീമാരി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അവർക്ക് മറ്റുള്ള വരുമാന മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ, ആ സമയത്തും ഈ പുരുഷൻ അവർക്ക് ജീവനാംശം കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു വൈഡർ കോണ്ടെക്സ്റ്റിലുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ട് ഈ നിയമത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിനെ ശരിവെക്കുന്നുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് ഇത് നിലനിൽക്കും. പക്ഷെ അതേസമയം ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ പുരുഷന്റെ മുകളിലുള്ള ബാധ്യതയെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പ്രൊവിഷനെ ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ സുപ്രീം കോടതി ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കേസിനകത്ത് സുപ്രീം കോടതി ഇപ്പോൾ റീസെന്റ് വന്ന ജഡ്ജ്മെന്റിനകത്ത് സുപ്രീം കോടതി പറയുന്നത് ഈ CRPCയുടെ സെക്ഷൻ 125 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 15 ക്ലോസ് 3, അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്ന ആർട്ടിക്കിൾ 39 ക്ലോസ് E, ഈ പറയുന്ന ഭരണഘടനാ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതൊരു ചാരിറ്റി അല്ല, അതായത് ഇവർക്ക് ജീവനാംശം കൊടുക്കുക എന്നുള്ളത് ഒരു ചാരിറ്റി അല്ല, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീകൾക്കും മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പോലെ തന്നെ ഡിവോഴ്സ് കഴിഞ്ഞാലും അവർക്ക് വരുമാന മാർഗമോ അല്ലെങ്കിൽ അവർ റീമാരേജ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ജീവനാംശം കിട്ടുന്നതിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹാനിബൽ ഡയറക്റ്റീവിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മീഡിയ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഹാരറ്റ്സ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ കാരണമാണ് ഇപ്പോൾ ഉള്ള ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ ആ ഒക്ടോബർ 7 ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ സമയത്ത് ഇസ്രായേൽ മിലിറ്ററി ഈ പറയുന്ന ഹാനിബൽ ഡയറക്റ്റീവ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പൊ ഇസ്രായേലിലെ ഒരു മെയിൻ സ്ട്രീം മീഡിയ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഹാരറ്റ്സ് തന്നെ ഒരു സ്റ്റോറി ആയിട്ട് 2 ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, എന്താണ് ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലി മിലിറ്ററി അൺഒഫീഷ്യലി അല്ലെങ്കിൽ അവര് പുറത്ത് പറയാത്ത പക്ഷെ എന്നാൽ ഇസ്രായേലി മിലിറ്ററിക്കകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ഒരു ആക്രമണം നടന്ന് ഇസ്രായേലിലെ സൈനികരോ അല്ലെങ്കിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളോ ഈ മിലിറ്റന്റ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്ത് മാർഗം ഉപയോഗിച്ചും ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോലെ അല്ലെങ്കിൽ ഈ അബ്ഡക്ഷൻ തടയണം എന്ന് പറയുന്നതാണ് ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് മാർഗം ഉപയോഗിച്ചും ഈ അബ്ഡക്ഷൻ തടയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ഫയർ പവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ ഈ ക്യാപ്റ്റീവ്സ് ആയിട്ടുള്ള, അതായത് ഈ മിലിറ്റൻസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഇസ്രായേലി പട്ടാളക്കാരോ അല്ലെങ്കിൽ ഇസ്രായേലി സിവിലിയൻസോ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല എന്നാണ് ഈ ഹാനിബൽ ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവർ ക്യാപ്ചർ ചെയ്യപ്പെടുന്നതിനേക്കാട്ടിലും ഭേദം ഇവരങ്ങ് കൊന്നു കളയുന്നതാണ് എന്നാണ് സിംപ്ലി ഹാനിബൽ ഡയറക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനകത്തും പുറത്തൊക്കെ ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പ്രൊസീജിയർ യൂസ്ഡ് ബൈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് ടു പ്രിവെന്റ് ദ ക്യാപ്ചർ ഓഫ് ഇസ്രായേലി സോൾജേഴ്സ് ഓർ സിവിലിയൻസ് ബൈ എനിമി ഫോഴ്സസ്. ഇത് 1986 ഇസ്രായേൽ ആദ്യമായിട്ട് ഈ ഹാനിബൽ ഡയറക്റ്റീവ് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അതിനകത്ത് വലിയൊരു ശതമാനം ആളുകളും ഏതെങ്കിലും ഒരു സമയത്ത് യൂറോപ്പിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നൊക്കെ അങ്ങോട്ട് കുടിയേറിയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിലുള്ള ജനങ്ങളുടെ അവിടുത്തെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നുള്ള പട്ടാളക്കാരോ അല്ലെങ്കിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബാർഗെയിൻ ചെയ്തിട്ട് വലിയ രീതിയിൽ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള മിലിറ്റൻസിനെ വിട്ടുകൊടുക്കാനൊക്കെ പറയും. അപ്പോൾ പലപ്പോഴും ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോസ്റ്റേജ് എക്സ്ചേഞ്ചസിന്റെ, ഇപ്പോൾ ഹമാസും അല്ലെങ്കിൽ ലബനാനിലെ ഹിസ്ബുള്ളൊക്കെ നടത്തുന്ന ഹോസ്റ്റേജ് എക്സ്ചേഞ്ചസിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും 1-2 ഇസ്രായേലി പട്ടാളക്കാർക്ക് പകരമായിട്ട് ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടി വരിക 1000-2000 തടവുകാരെയാണ്. അപ്പൊ ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്ട്രാറ്റജിക് വൾണറബിലിറ്റി ആണത്. അപ്പൊ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് 1986 ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതാണ് ജബ്രിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ ജിബ്രിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഈ ഹമാസ് പോലെ തന്നെ ഗാസയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ആ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ചില ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി
ആ ഇസ്രായേലി സൈനികരെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഏകദേശം 1000-ഓളം പാലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ആ മോചിപ്പിച്ചിട്ടുള്ള തടവുകാരിൽ ഒരാളാണ് പിന്നീട് ഈ ഹമാസ് സ്ഥാപിക്കുന്നതൊക്കെ. അപ്പൊ ഈ ജിബ്രിൽ അഗ്രിമെന്റിന് ശേഷം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് അല്ലെങ്കിൽ ഇസ്രായേലി സൈന്യം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ആ ആളുകളെ വെച്ചിട്ട് വില പേശുന്നതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും തടവുകാരെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ തട്ടിക്കൊണ്ടുപോക്കി ഏത് തരത്തിലും ഏത് വിധേനയും തടയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് അവരെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന ആ വാഹനം ഉൾപ്പെടെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ October 7 ഇസ്രായേലിനെതിരായിട്ട് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1200-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ കുറെ ആളുകളൊക്കെ ഇത്തരത്തിൽ ഈ ഹാനിബൽ ഡയറക്റ്റീവ് ഇസ്രായേൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണങ്ങളിലാണ് ഈ 1200 ആളുകളിൽ കുറെ ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് ഈ ഹാരറ്റ്സിന്റെ ഒക്കെ വാർത്തയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഹാനിബൽ ഡയറക്റ്റീവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. ആക്ച്വലി 2003 വരെ ഇത് 86 തൊട്ട് ഇസ്രായേൽ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും 2003 വരെ ഇസ്രായേലിലുള്ള മിലിറ്ററി സെൻസർഷിപ്പ് കാരണം ഇസ്രായേലി മീഡിയാസിന്, ഇസ്രായേലിലെ പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കൊന്നും ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അത് ലീഗലി ഫോർബിഡ് ആയിരുന്നു. ഓക്കെ, ഇനി ഹാനിബൽ ഡയറക്റ്റീവ് എന്നുള്ള ഡയറക്റ്റീവിന് ഈ ഹാനിബൽ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേലി ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നെയിമാണ്, ഒരു റാൻഡം പേരാണെന്നുള്ളതാണ്. പക്ഷേ ചില ആളുകൾ പറയുന്നത് പണ്ട് ഈ ആൻഷ്യൻ ഹിസ്റ്ററിയിൽ റോമൻസുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാർത്തജീനിയൻ ജനറൽ ഉണ്ടായിരുന്നു. കാർത്തജീനിയൻ ജനറലും ഒരു സ്റ്റേറ്റ്സ്മാൻ ഒക്കെ ആയിരുന്നു. അയാളുടെ പേരാണ് ഹാനിബൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോമൻസ് ആക്രമിച്ചിട്ട് ഇയാളെ ക്യാപ്ചർ ചെയ്യുന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് ഇയാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഈ ഹാനിബൽ ഡയറക്റ്റീവ് എന്നുള്ള പേര് വന്നതെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അപ്പർ സിയാങ് പ്രൊജക്ടിനെ കുറിച്ചാണ്. സോ ഈ അപ്പർ സിയാങ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ അപ്പർ സിയാങ് പ്രൊജക്ട് വലിയ രീതിയിൽ അരുണാചൽ പ്രദേശിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അപ്പർ സിയാങ് പ്രൊജക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അപ്പർ സിയാങ് പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിവേഴ്സിലൊന്നാണ് ബ്രഹ്മപുത്ര റിവർ. അപ്പോൾ ഈ ബ്രഹ്മപുത്ര റിവർ അസാമിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് അവിടെ അറിയപ്പെടുന്നത് സിയാങ് റിവർ എന്നുള്ള പേരിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മപുത്ര റിവറിന്റെ അപ്പർ റീച്ചസ് ആണ് ഈ സിയാങ് റിവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിയാങ് റിവറിൽ ഇന്ത്യൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് ആണ്, റിസർവോയർ പ്രൊജക്റ്റ് ആണ് ഈ അപ്പർ സിയാങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് അരുണാചൽ പ്രദേശിലുള്ള അപ്പർ സിയാങ് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റ് ഈ NHPC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവറും കൂടി ചേർന്നിട്ടാണ് ഈ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രൊജക്ടിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊരു മെഗാ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ പ്രൊജക്ട് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് 2 സ്റ്റേജസ് ആയിട്ടാണ് ഈ പ്രൊജക്ടിന്റെ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നത്. വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആയിട്ട് ഇത് മാറുന്ന മനസ്സിലാക്കി. ഇന്ത്യയിലെയും നമ്മുടെ സൗത്ത് ഏഷ്യയിലെയും ഏറ്റവും വലിയ ഡാം ആയിട്ട് ഈ അപ്പർ സിയാങ് പ്രൊജക്ട് മാറുന്ന മനസ്സിലാക്കി. ഇതിന്റെ ടോട്ടൽ പ്രപ്പോസ്ഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ജിഗാവാട്ട് ആണ്, അല്ലെങ്കിൽ 10,000 മെഗാവാട്ട് ആണ് ഇതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ 10 ജിഗാവാട്ട് എന്ന് പറയുന്ന സമയത്ത് ഓർത്തിരിക്കുക, ഇന്ത്യയുടെ നിലവിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 46 ജിഗാവാട്ട് ആണ്. അപ്പൊ ഇന്ത്യയുടെ നിലവിലുള്ള ടോട്ടൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഔട്ട്പുട്ടിന്റെ ഏകദേശം 25% വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ അപ്പർ സിയാങ് പ്രൊജക്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനെ അരുണാചൽ പ്രദേശിലുള്ള ആളുകൾ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരുപാട് ടൗണുകളും അവരുടെ കുറെ കൾച്ചറൽ സെന്റേഴ്സും ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മേർജ്ഡ് ആയിട്ട് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർവോയറിനകത്ത് അതൊക്കെ മുങ്ങിപ്പോകും. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ അപ്പർ സിയാങ് ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ചില കൾച്ചറലി ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അതൊക്കെ നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ്, പിന്നെ വലിയ രീതിയിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അരുണാചൽ പ്രദേശിലെ ലോക്കൽ പോപ്പുലേഷൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ആയിട്ട് ഇത് മാറും എന്ന് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിലും ഈ പ്രൊജക്റ്റുമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഈ ബ്രഹ്മപുത്ര റിവർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ടിബറ്റൻ പ്ലേറ്റു റീജിയനിലുള്ള മൗണ്ട് കൈലാഷിൽ നിന്നാണ് ബ്രഹ്മപുത്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്നത് സാങ്പോ റിവർ എന്നുള്ള പേരിലാണ്.
അപ്പോൾ ഈ ബ്രഹ്മപുത്രയുടെ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലവിൽ ഒരു എഗ്രിമെന്റുകളും ഇല്ല. അപ്പോൾ ബ്രഹ്മപുത്ര റിവറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട സോഴ്സ് ചൈനയിലൂടെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ളൊരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്രയുടെ അപ്പർ റീച്ചസിൽ അല്ലെങ്കിൽ ഈ സാങ്പോ റിവറിനകത്ത് ചൈന നടത്തുന്ന ചില കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് ആണ്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ അപ്പർ സിയാങ് പ്രൊജക്ട് പോലെ തന്നെ ചൈനയിലെ പ്രപ്പോസ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഒരു മെഡോങ് ഡാം പ്രൊജക്ട് എന്ന് പറയുന്നത്. ഈ അപ്പർ സിയാങ് പ്രൊജക്ടിന്റെ ഒരു 6 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രൊജക്റ്റ് ആണ് മെഡോങ് ഡാം പ്രൊജക്ട്. ഇപ്പൊ അപ്പർ സിയാങ് പ്രൊജക്ടിന്റെ പ്രപ്പോസ്ഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ജിഗാവാട്ട് പവർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ മെഡോങ് ഡാമും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 60 ജിഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മെഡോങ് ഡാം പ്രൊജക്റ്റ് വൺസ് ചൈനയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ബ്രഹ്മപുത്ര റിവറിന്റെ ഡൗൺ സ്ട്രീമിലേക്കുള്ള വാട്ടർ ഫ്ലോ വലിയ രീതിയിൽ കുറയും. ഓക്കെ, കാരണം ഈ സാങ്പോ റിവറാണ് നമ്മുടെ അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നും അസാമൊക്കെ എത്തുമ്പോഴേക്കും ബ്രഹ്മപുത്രയായിട്ടും മാറുന്നത്. അപ്പോൾ ചൈനയുമായിട്ട് നമുക്ക് വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ്സ് ഒന്നും നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ മെഡോങ് ഡാം പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഈ ഒരു ഡാം പ്രൊജക്ട് അവർ നടപ്പിലാക്കാൻ നോക്കുന്നത് ഈ മെഡോഗ് എന്ന് പറയുന്ന ടിബറ്റിലെ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെയുള്ള ഒരു യാർലുങ് സാങ്പോ ഗ്രാൻഡ് കാനിയൺ എന്ന് പറയുന്ന ഒരു കാനിയൺ ഉണ്ട്. ഈ ഗ്രാൻഡ് കാനിയന്റെ ഒരു ലോവർ എൻഡിലായിട്ടാണ് നമ്മുടെ നംച ബർവ എന്നൊക്കെ പറയുന്ന ഒരു റൗണ്ട് അബൌട്ട് ഒക്കെ, അല്ലെങ്കിൽ നംച ബർവ എന്ന് പറയുന്ന ഒരു വലിയ ഗോർജ് ഒക്കെ വരുന്നത് നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകുന്ന. അപ്പോൾ ഈ ഡാം പ്രൊജക്ട് കാരണം, അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് സൈഡ് എഫക്റ്റുകൾ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ ഡാം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഈ റിസർവോയറിനകത്ത് വെള്ളം നിറക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ചൈന പിന്നീട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയാലും നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഡൗൺ സ്ട്രീമിലേക്കുള്ള വാട്ടർ ഫ്ലോ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, കാരണം ഇത്രയധികം വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് പവർ പ്രൊഡക്ഷൻ എന്നുള്ളതിനെക്കാട്ടിലും ഈ ഒരു മാസീവ് ഡാം അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയുന്നത് ഈ ചൈനയുടെ ഈ മെഡോഗ് പ്രൊജക്ട് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് സൈഡ് എഫക്ട്സിനെ ഒരു പരിധി വരെ അലീവിയേറ്റ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് DGCA കുറിച്ചാണ്, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ കുറിച്ചാണ്. സോ ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത് 2020 വന്നിട്ടുള്ള എയർക്രാഫ്റ്റ് അമെൻമെന്റ് ആക്ട് അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള, അല്ലെങ്കിൽ അതനുസരിച്ച് വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആക്ച്വലി 2020 ഈ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിലൂടെയാണ് ഇവർക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത് മനസ്സിലാക്കുക. സോ ഇത് പ്രൈമർലി ഒരു റെഗുലേറ്ററി ബോഡിയാണെന്ന് മനസ്സിലാക്കി. ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റെഗുലേറ്ററി ബോഡിയാണ് DGCA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ഓഫീസും കൂടിയാണ് ഈ DGCA എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ഇവരാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ള എയർ ട്രാൻസ്പോർട്ട് സർവീസസ്, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യയിൽ നിന്ന് പോകുന്ന, ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് എയർ ട്രാൻസ്പോർട്ട് സർവീസസ്, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്, ഇതെല്ലാം തന്നെ അവരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിവിൽ എയർ റെഗുലേഷൻസ് അവർ നടത്തുന്നത് അവരാണ്. ഇന്ത്യയിലെ എയർ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ്, ഈ എയർക്രാഫ്റ്റുകളുടെ എയർ വർത്തിനെസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഏവിയേഷൻ ആക്സിഡൻസും ഇൻസിഡൻസും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, പൈലറ്റ് ലൈസൻസുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഈ DGCA ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്ററി ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും, ഇന്ത്യയിൽ നിന്ന് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയാണ്. ഇതിനെ ഹെഡ് ചെയ്യുന്ന ആള് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.